തുടർന്ന് വിവിധ മേഖലകൾ ഏകദേശം 17ഓളം മേഖലകളുണ്ടാവും. വിവിധ ശ്രീമതി ഗരിമ ജോർജ് എം.എൽ.എ, ശ്രീ എം.എസ്. അരുൺകുമാർ എം.എൽ.എ ആഴ്ചത്തെ പ്രോഗ്രാമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. മെയ് മാസം 6 മുതൽ 11 വരെ ഈ മെയിൽ ക്രമീകരിച്ചിരിക്കുന്ന തുടർന്ന് വിവിധ മേഖലകൾ ഏകദേശം 17ഓളം മേഖലകളുണ്ടാവും. വിവിധ അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് എന്നെ ഇപ്പോൾ പൂർത്തീകരിച്ച പദ്ധതികൾ മാത്രമല്ല, നിലവിൽ നടന്നു വരുന്ന നാഷണൽ ഹൈവേയും ദേശീയ ജലപാതയും AC റോഡും കുടിവെള്ള പദ്ധതികളും ജില്ലയിലെ എല്ലാ താലൂക്കിലും ഉയർന്നു വരുന്ന ജില്ലാ ഹോസ്പിറ്റലുകളും അടക്കം ആലപ്പുഴ ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റമാണ് നാം കാണുന്നത്. വേണ്ടി നടത്തുന്ന പരിശ്രമത്തോടൊപ്പം 4 വർഷം ഏറ്റെടുത്ത പദ്ധതികൾ അതിൻ്റെ ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത സംസ്ഥാനത്തെ 4 മേഖലകളിലായി പരിശോധന നടത്തുകയാണ്. മറ്റന്നാൾ പാലക്കാടാണ് അത് ആരംഭിക്കുന്നത്. എല്ലാ മന്ത്രിമാരും കേരളത്തിലെ എല്ലാ വകുപ്പിൻ്റെയും തലവന്മാർ ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർമാരും എല്ലാം അണിനിരക്കുന്ന മേഖലാതല റിവ്യൂ സംസ്ഥാനത്തെ 4 കേന്ദ്രങ്ങളിലായി നടക്കുകയാണ്. നമ്മുടെ ജില്ലയുടെ പരിശോധന കോട്ടയത്ത് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ആഘോഷം മാത്രമല്ല, ആഘോഷത്തോടൊപ്പം നേട്ടങ്ങൾ അവതരിപ്പിക്കൽ മാത്രമല്ല, അതിനോടൊപ്പം നിർദ്ദേശിക്കപ്പെട്ട പ്രവൃത്തികൾ സമയബന്ധിതമായി ഈ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ കൂടി ഈ ഗവൺമെൻറ് നടത്തുകയാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിൽ പോകുന്നില്ല. മുഖ്യമായ പരിഗണന എന്താണ്? ഗവൺമെൻറ്റിൻ്റെ മുൻഗണനകളിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെൻറ് കേരളത്തിൻ്റെ വികസനത്തിൽ സ്ഥാപിച്ചെടുത്ത വൻ മുന്നേറ്റങ്ങളുമായി LDF സർക്കാർ 5ാം വർഷത്തിലേക്ക് അതിദരിദ്രർ എന്നത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല. അതിദാരിദ്ര്യം എന്നത് ഇല്ലാണ്ടാക്കണം. അതിദരിദ്രമുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റണം എന്ന് തീരുമാനിച്ചു. ഏറെക്കുറെ ഏതാണ്ട് 90% അതിദാരിദ്ര്യത്തിൻ്റെ രീതികളെ മാറ്റി തീർക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനി വളരെ ചെറിയ ഒരു കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കിയാൽ മതി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ അതിദാരിദ്ര്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്നത്, അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്നത്. ഇതാണ് ഒരു സർക്കാരിൻ്റെ നിലപാടിൻ്റെ, ഒരു സർക്കാർ ആരോടാണ്, എന്താണ് മുന്തിയ പരിഗണന, സർക്കാരിൻ്റെ ഏറ്റവും പ്രമുഖമായ അജണ്ടകൾ എന്താണ് എന്ന് ചോദിക്കുന്നിടത്ത് ഈ സർക്കാരിൻ്റെ ഒന്നാമത്തെ അജണ്ട ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ പ്രശ്നമാണ്. ഈ സർക്കാരിൻ്റെ ഒന്നാമത്തെ അജണ്ട ഈ നാട്ടിലെ അതിദാരിദ്ര്യാവസ്ഥയുള്ള ജനതയെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയോടുകൂടി ഇടപെടുകയും ആയിരുന്നു. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രമുഖമായ നേട്ടം എന്ന് പറയട്ടെ. 2025 നവംബർ മാസം 1-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഔപചാരികമായ ആ പ്രഖ്യാപനം നടത്തും. ആ പ്രഖ്യാപനം നടത്താൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തേണ്ടതുണ്ട്. ഞങ്ങളൊക്കെയും ഇടവിട്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എത്ര കുടുംബങ്ങളാണ് വീടില്ലാത്ത ആ കൂട്ടത്തിലുള്ള പ്രത്യേകമായ പരിഗണന നൽകി അവർക്ക് അടിയന്തരമായി വീടുകൾ നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചു. വസ്തുവില്ലാത്തവർക്ക് വസ്തു വാങ്ങി വീട് നിർമ്മിച്ച് നൽകുക എന്നതാണ് അതിനകത്തെടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ആ കുടുംബത്തിന് വീട് നൽകിയാൽ നാളുകളിലും അവരുടെ ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഒരു നിശ്ചിതമായ വരുമാനം ആ കുടുംബത്തിന് കിട്ടണം. അതിന് ഉറപ്പാക്കാൻ ഞങ്ങൾ നടപടികൾ സ്വീകരിച്ചു. അവർക്ക് മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ടാവണം. അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ
ഇപ്പം ചികിത്സയിലാണോ, ആ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ തുടർന്നും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ചികിത്സയ്ക്കുള്ള ചെലവുകൾ സഹിക്കാൻ വയ്യാണ്ട് അവർ വീണ്ടും അതിദാരിദ്ര്യത്തേക്ക് വീണുപോയാലോ? അപ്പോൾ അതും പരിഹരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഏതെല്ലാം വിഷയങ്ങളാണ് ഓരോ ജില്ലയിലും, ഓരോ പഞ്ചായത്തിലും, ഓരോ മുനിസിപ്പാലിറ്റിയിലും ആരെല്ലാമാണ് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തെല്ലാമാണ് എന്ന് കൃത്യതയാർന്ന തരത്തിൽ വിവരശേഖരണം നടത്തി ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് കേരളം അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി മാറാൻ പോകുന്നതും. അതൊരു ചെറിയ പരിപാടി അല്ലാതെ, ഒരു ചെറിയ പ്രഖ്യാപനത്തിനല്ല 2025 നവംബർ 1 കാതോർത്തിരിക്കുന്നത്. അത്രമേൽ വലിയ അത്യധ്വാനമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ഈ കാര്യത്തിൽ കൈകോർത്ത് നിന്നുകൊണ്ട് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ 7 സംസ്ഥാനം ഇന്ത്യയിലുണ്ട്. നമ്മളല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ സംസ്ഥാനം, നമ്മളല്ല ഇന്ത്യയിലെ സാമ്പത്തികമായ ഒരു പിന്തുണ അല്ലെങ്കിൽ സാമ്പത്തികമായ കരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇന്ത്യയിലെ 1-മത്തെയോ 2-മത്തെയോ 9-മത്തെയോ സംസ്ഥാനം നമ്മുടെ കേരളം അല്ല. പക്ഷേ നമ്മുടെ കേരളം ഇത്തരം കാര്യങ്ങളിൽ 1-മത്തെ നമ്പറായി തീരുന്നത് ഒരു ഭരണകൂടം ഈ കാര്യത്തിൽ ഇച്ഛാശക്തിയോടെ നിലപാട് സ്വീകരിച്ച് അത് നടപ്പിലാക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. അതിദാരിദ്ര്യത്തിൻ്റെ ഇടങ്ങളിൽ അധിവസിക്കുന്നവർക്ക് മാത്രമേ അതിദാരിദ്ര്യത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാവുകയേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് അത്രമേൽ അതങ്ങോട്ട് മനസ്സിലാവണം എന്നില്ല. എത്ര ദയനീയമായ സാഹചര്യമാണ് ഈ കേരളമല്ല ഏറ്റവും കൂടുതൽ അതിദരിദ്രരായ ജനത ഉള്ളത്. പക്ഷേ എന്നാൽ നമ്മുടെ മുൻഗണന, ഈ സർക്കാരിൻ്റെ മുൻഗണന, കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ സർക്കാരിൻ്റെ മുൻഗണന അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ തന്നെ തുടങ്ങാം എന്ന്. ഇവിടെ ഇരിക്കുന്ന ശ്രീ സജി ചെറിയാനും ഞാനുമെല്ലാം ആദ്യമായി ക്യാബിനറ്റിലേക്ക് ചെല്ലുന്നവരാണ്. ഞങ്ങളുടെ മുമ്പിൽ വന്ന ആദ്യത്തെ അജണ്ട ഈ അജണ്ടയാണ്, അതിദാരിദ്ര്യത്തെ ഇല്ലാണ്ടാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നത്. പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മുടെ മുമ്പിൽ ഓരോ വിഷയം എടുത്തത്. അവിടെ അതെല്ലാം പരിഹരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന അവസരത്തിലും ഗവൺമെൻറ് പറഞ്ഞു, ഞങ്ങളുടെ മുൻഗണനകൾ ഉള്ളത് ഈ സാധാരണക്കാർ തന്നെയാണ്. 62 ലക്ഷം എന്തിനാണ് ഇത്രയും രൂപ കൊടുക്കുന്നതെന്ന് ചോദിക്ക് പൈസ കൊടുക്കും. ആ പലിശ അടക്കം മുതലും പലിശയും തിരിച്ചടയ്ക്കുന്നത് ഗവൺമെൻറ്റുകളാണ്, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റാണ് അടയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ അടച്ച പൈസ, നമ്മൾ കൊടുത്ത പൈസയാണ് 1001. ഒരു സർക്കാരിന് ഉറച്ച വിശ്വാസമുണ്ട്, ഉറച്ച തീരുമാനമുണ്ട്, ഉറച്ച നിലപാടുണ്ട്. ആ നിലപാടാണ് ജനപക്ഷ നിലപാട് എന്ന് പറഞ്ഞ് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക എന്ന തീരുമാനത്തിൽ അണുവിട പോലും മാറ്റമില്ലാണ്ടാണ് മുന്നോട്ടേക്ക് പോയത്. ആരാണ് എന്ന ചോദ്യത്തിന് ഈ നാട്ടിലെ സാധാരണക്കാരനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ യോഗം നടക്കും. ഇവിടെ എത്തിയിട്ടുള്ളവർ ഈ യോഗം കേട്ടുകഴിഞ്ഞാലുടൻ നന്ദി, നമസ്കാരം. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ,